അപ്പോൾ ഇവിടുത്തെ പൂജാ കർമ്മങ്ങളുടെ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വീണ്ടും ഇതിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഈ അയ്യർമലയുടെ ഒരു ചെറിയൊരു മല കൂടെ വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ അത് കാണാം. അപ്പം ആ കാഴ്ച കൂടെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഇത് തലപ്പത്താണ്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാവരും പറയുന്ന ഒരൊറ്റ വിഷയം, നമ്മുടെ തലമുകളിൽ വെള്ളം ഒഴിച്ചാൽ നിൽക്കില്ല. പക്ഷെ തലമുകളിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചാൽ നിൽക്കും. പക്ഷേ ഇതിലെങ്ങനെ തനിയെ വെള്ളം ഉറവെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എല്ലാവരും പറയുന്നത്. ശരിയാണ്, എനിക്കും വലിയ അത്ഭുതമായിരുന്നു. കാരണം പാറയിൽ നിന്ന് ഒഴുകിപ്പോലും മഴ പെയ്ത വെള്ളം അതിലേക്ക് എത്തുന്നില്ല ഞാൻ നോക്കിയിട്ട്. പിന്നെ എങ്ങനെയാണ് ഇത്രയും ഈ വെള്ളം ഇവിടെ സ്റ്റോറേജ് വരുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നിങ്ങൾ ഈ ഏരിയയിലൊക്കെ വരുമ്പം പ്രത്യേകം ഈ നമ്മുടെ ഈ പഴനി അമ്പലത്തിലൊക്കെ ആയിരിക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ വരുന്നത് തന്നെ. അപ്പോൾ വരുമ്പം ഈ വഴിക്കൊന്ന് വരിക, അയ്യർമലയും കൂടെ കണ്ടിട്ട് പോവുക. പക്ഷെ അത് ഈ അമാവാസി ദിവസമൊക്കെ കണക്കാക്കി വരുവാണെങ്കിൽ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊപ്പം ചേർന്ന് തന്നെ നമുക്ക് ഈ ഇവിടുത്തെ കർമ്മങ്ങളിലൊക്കെ കൂടിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് കണക്കാക്കി വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ മല ദാ അവിടെയാണ്, ചെറുതായിട്ട് നമുക്ക് കാണാം. ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് നടങ്ങി ഇറങ്ങാനുള്ളൊരു സംഭവമുണ്ട്. ഒരു നല്ല പാറയാണ്, മൊത്തത്തിലൊരു പാറയാണ്. ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ കാഴ്ചകൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് വെറുതെ ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ലൊരു പാറ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നിങ്ങളെ കാണിക്കാണ്ട് പോയ മോശമല്ലേ, ഇത്രയും നല്ലൊരു മനോഹരം ഉണ്ടോ, കണ്ടോ. അപ്പോൾ അതവിടെ ഒരു ആശാന ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ, അറവല്ലിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പം ഈ പറഞ്ഞതാണ് ഈ അയ്യർമലയിലെ നമ്മൾ ചേട്ടനനിയന്മാരെന്ന് പറയുന്ന പോലെയാണ്. നമുക്കൊരു ചേട്ടനാണ്, അതൊരു അനിയനാണെന്ന് പറയാം. അപ്പം അതാണ് ഇവിടെയും കുളിക്കാനുള്ള, ഇവിടെ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ മലയുടെ ചുറ്റുപാടും 2-3 സ്ഥലങ്ങളിലായിട്ട് വെള്ളം തങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ വെള്ളമൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. ഈ സ്ഥലം ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ കണ്ടപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ ഒരു കാര്യം. ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ചെറിയ പോട്ട് കാണാൻ കണ്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 3-4 പോൾട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വേനൽക്കാലങ്ങളിലൊക്കെ വറ്റുന്ന സംഭവങ്ങളാണ്. ഇവിടുന്ന് ഉറവ് എങ്ങനെയാണെങ്കിലും വരും. പക്ഷേ ഇതിന് മുകളിൽ കാണുന്ന ആ ഒരു ഉറവ ഒരിക്കലും പറ്റില്ല എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം തന്നെ പറയാം. എങ്ങനെ ഉറവ് വരുന്നു, എത്ര കോരിയാലും ആ ഒരു വെള്ളം വന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും പറ്റില്ല എന്നാണ് എല്ലാവരും ഇവിടെ വന്നവരെല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. അപ്പം അതെങ്ങനെയാണ് ഈ ഒരു മലയുടെ മണ്ടയിൽ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് അത് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കാണണം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണുക തന്നെ വേണം. നിങ്ങൾക്കതൊരു വലിയൊരു പുണ്യമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പല തീർത്ഥാടന യാത്രകളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴൊക്കെ അവിടെയും ഇതുപോലെയൊക്കെ അത്ഭുതങ്ങൾ കാണാറുണ്ട്. പക്ഷേ അതൊക്കെ ഒരു മലയുടെ ഈ പറഞ്ഞ പോലെ ഈ മലയുടെ സൈഡ് വശങ്ങളിലായിരിക്കും. ഇത് പക്ഷേ അങ്ങനെ അല്ല. ഞാൻ പറഞ്ഞല്ലോ, തലയുടെ മുകളിലൊരു കുഴി ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ വെള്ളം നിൽക്കുമോ അതുപോലെയാണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് വന്നാൽ ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ? കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു മല, ഞാനിതാണ്ടോ ഇങ്ങനെ സൂപ്പറായിട്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് വന്നു. ഇവിടെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ അയ്യർമലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നാച്ചുറൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബിസിനസ് പരമായിട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നേർച്ച കാഴ്ച അങ്ങനെ ഒന്നുമില്ല സംഭവം. വരുന്നു ഇവർ ജ്യോതി പൂജ അത് ചെയ്യുന്നു, പോകുന്നു. എല്ലാ അമാവാസി ദിവസങ്ങളിൽ അവർ വരുന്നു, ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാനും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം നമ്മളിവിടെ ഈ പഴനി അമ്പലത്തിലും നമ്മൾ ഈ കൊടൈക്കനാലൊക്കെ വരുമ്പം ഈ വഴിക്കാണ് പോകുന്നത്, ഈ പഴനി വഴിക്കാണ് പോകുന്നത്. എന്നിട്ട് നമുക്കിതൊരു ആരും പറഞ്ഞു കേട്ടിട്ടില്ല സംഭവം. അപ്പോൾ ഇവരൊന്നും അങ്ങനെ പബ്ലിസിറ്റി ചെയ്തില്ല. ഇവർ പറയണത് നിയോഗമുള്ളവർക്ക് മാത്രമേ ഇവിടെ വരാൻ കഴിയുള്ളൂ എന്നാണ്. ഞാൻ 2 വർഷം മുമ്പ് ഇത് വരണമെന്ന് വിചാരിച്ചാണ്. 2 വർഷം മുമ്പേ ഇതിനെക്കുറിച്ച് എനിക്ക് വിവരം കിട്ടിയിരുന്നു. നമ്മുടെ സുഹൃത്ത് ബാവട്ടൻ തന്നെ അവർ മാസം വരുന്നത് കൊണ്ട് തന്നെ കാണാൻ പറ്റുമായിരുന്നു.
നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പോഴേ ഞാൻ കണ്ടിരുന്നു, അപ്പോൾ വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് വരാനുള്ള ആ ഒരു നിയോഗം എനിക്ക് കിട്ടിയത് തന്നെ. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അയ്യർമല, ചെറിയൊരു അയ്യർമല. അവിടെ പിന്നെ കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ആർട്ടിഫിഷ്യലായ സംഭവങ്ങളൊക്കെ ഉണ്ട് പറയണം. പക്ഷേ ഈ ഒരു അയ്യർമലയിൽ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാം അവർ പൂജയ്ക്ക് എടുക്കുന്ന എണ്ണ പോലും സ്വന്തമായിട്ട് ആട്ടിയാണ് അവർ കൊണ്ടുവരുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഒന്നും അങ്ങനെ കെമിക്കലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ഞാൻ ആ വെള്ളം പോലും നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുടിക്കാൻ പറ്റും. ഒരുവിധ അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആ വെള്ളം കുടിച്ചാൽ മാറുമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ കുടിച്ച് നോക്കിയപ്പോഴും വെള്ളത്തിന് നല്ല ഇതാട്ടോ, നല്ല ഇച്ചിരി കളർ വ്യത്യാസം ഉണ്ടെങ്കിലും, പക്ഷേ അത് മുകളിലായതുകൊണ്ടാണ്, ഒഴുക്കില്ലാത്തതുകൊണ്ടാണ് ആ ഒരു കളറ് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തന്ന പോലെ. ഇവിടെയും വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ സംഭവം ഇവിടെ വെള്ളം പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ വെള്ളം പറ്റി. ഇതുപോലെ ആ സൈഡും ഉണ്ട്, 2-3 ഇതിലുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാമോ, നമുക്ക് ഒരു ഉറവ് വരാനുള്ള ഒരു സോഴ്സ് ഉണ്ട്, എവിടെ നിന്നെങ്കിലൊക്കെ വരുമെന്ന് പറയാം, മലയുടെ സൈഡൊക്കെ ആയതുകൊണ്ട്. പക്ഷെ മുകളിലത്തെ നമുക്ക് അങ്ങനെ ആര് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു സോഴ്സ് കിട്ടില്ല സംഭവം. ഇപ്പോൾ ഞാൻ മലയുടെ മാതിരി കുറച്ച് താഴെ ഇറങ്ങി വന്ന് കണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും. കണ്ടോ, എനിക്ക് മലയുടെ ശരിക്കും ഇവിടെ നടന്ന് കാണാം കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ എന്താ പറയുക, ടൂറിസ്റ്റുകളോ അങ്ങനെയൊന്നും ഇവിടെ വരുന്നില്ല. ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് സമയങ്ങളൊക്കെ ആണല്ലോ. പക്ഷെ അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ തീർത്ഥാടകരങ്ങനെ വരുന്ന, ഈ തീർത്ഥാടകരായ ആൾക്കാർ മാത്രം ഇങ്ങനെ വന്നു പോകുന്നു. കുറേ ആൾക്കാരല്ല, കുറച്ച് ആളുകൾ സ്ഥിരമായിട്ട് വരുന്നു പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പം എനിക്കും ഒരു ആഗ്രഹം തോന്നി, ഇത് നമ്മുടെ കേരളത്തിലെ ആളുകൾക്കും കൂടെ എത്തിക്കണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയൊരു അനുഗ്രഹമായി എനിക്ക് തോന്നി. കാരണം ഇത്രയും ഒരു കാര്യങ്ങൾ നടക്കുന്ന ഒരു സംഭവം കാണുക, അനുഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു അനുഗ്രഹം തന്നെയല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല കാഴ്ച ഉണ്ടാവും. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ, പാറയുടെ താഴെ നിങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ നിന്ന് എങ്ങനെ പോകാൻ പറ്റും. ഇവിടെ വീടുകൾ, ഇവിടെയൊക്കെ ചുറ്റും ഗ്രാമമാണ് കേട്ടോ. ഈ ഗ്രാമത്തിൻ്റെ സെൻറ്ററാണ് ഈ മല. കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ചുറ്റും മലയാണ്. അതുപോലെ തന്നെ ഈ മലയുടെ ചുറ്റും ശിവൻ്റെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 8 ഇടത്തോടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ പോയി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകുന്നത് ഇതിൽ നടന്ന് കാണാൻ പറ്റും. അങ്ങനെ തെന്നി വീഴും എന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട. എന്നാലും നമ്മൾ മഴക്കാലങ്ങളിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ആര് വന്നാലും പ്രത്യേകം സൂക്ഷിക്കണം. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു കർത്തമാണ് കണ്ട സംഭവം. ഇങ്ങനെ ഇത് എത്രമാത്രം കിട്ടുമെന്നുള്ളത് അറിയില്ല. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ നല്ലൊരു കർത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, എങ്ങനെയാണ് കിട്ടുമെന്നുള്ളത് അറിയില്ല. പക്ഷെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഒരു പറ്റിയൊരു ഏരിയ കൂടിയാണ് സംഭവം. ഇവിടെ കള്ളിച്ചെടികൾ നല്ല വ്യത്യസ്തമായ പൊതുവെ ഇത് കാണുന്ന കള്ളിച്ചെടികളുടെ ഒരു ഇത് തന്നെയുണ്ട്. ഇവിടെ വ്യത്യസ്തമായ കള്ളിച്ചെടികളുണ്ട്. ഇവിടെ പാറയാണ്. എല്ലാവരും അവിടെ തിരക്കിലാണ്, പൂജയുടെ ഒരുക്കങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വന്നാണ്. നമുക്ക് അപ്പോൾ കുറേ സഹായിച്ചിട്ടൊക്കെ അങ്ങനെ വന്നാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. വെയിലൊന്നും അധികമില്ല. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നടക്കാനൊരു എനർജി തന്നെ ഉണ്ട്, നല്ലൊരു എനർജി ഉണ്ട്. ഇവിടം വരെ വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ വേറെ മോശമായി പോയില്ലല്ലേ. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ദൂരമായിട്ടൊന്നും കിട്ടുന്നില്ല. അതാ അവിടെ പഴനിമല ഇങ്ങനെ നിഴലുപോലെ കാണാം. പക്ഷേ ഇത് മറിഞ്ഞിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ വൈകുന്നേരത്ത് നന്നായി കിട്ടുമായിരിക്കും. അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അയ്യോ.